ഹലോ അസ്സലാമു അലൈക്കും. എന്തെല്ലാം വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖമാണോ? അപ്പം ഞങ്ങൾ സുഖമായിട്ടിരിക്കണം കേട്ടോ, കുഴപ്പമൊന്നുമില്ല, റാത്തായി അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അപ്പം എന്നാൽ നേരെ വീഡിയോയിലേക്ക് പോയാലോ? അപ്പം ഇന്ന് നേരെ നമ്മളിപ്പോൾ എന്താണ് ഫുഡൊക്കെ കാണിക്കണമെന്നായിരിക്കും അല്ലേ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കാക്കാക്ക് ലീവ് ഉണ്ടായപ്പോൾ ഞങ്ങൾ ഇവിടെ അമ്പലവയൽ പൂപ്പൊലി ഉണ്ടായിരുന്നത് കാണാൻ പോയിരുന്നു. നമ്മൾ ദുരന്തം നടന്ന മുണ്ടക്കായിൽ പിന്നെ പുത്തുമല, അതേപോലെ ഇതിപ്പോൾ പോണത് നെല്ലാർച്ചാൽ അറിയും അങ്ങോട്ട്. അപ്പോൾ ലീവ് ഉണ്ടായപ്പോൾ എല്ലായിടത്തും കൂടി ഒന്ന് കറങ്ങിയെത്തുക. ഇതൊക്കെ പോണ വഴിയിൽ തന്നെ ആയതുകൊണ്ടാട്ടോ. പുത്തുമല മുണ്ടക്കൈ അവിടെ അല്ല, അത് ആദ്യം പോയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോണത് കേട്ടോ. അപ്പോൾ അതാണ് അത് വീഡിയോസ്, പൂപ്പൊലിൻ്റെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതാക്കണൊരു 4 മണിയൊക്കെ കഴിഞ്ഞിട്ടാട്ടോ പൊറാട്ടയും ബീഫിൻ്റെ കറിയും, ബീഫ് വരട്ടിയതും ഒക്കെ ഞങ്ങൾ കഴിച്ചിട്ടാട്ടോ അവിടെ നിന്ന് പോകുന്നത്. എല്ലാവർക്കും നല്ലോണം വിശന്നിരുന്നു കേട്ടോ. അപ്പോൾ എന്താക്കി, ഈ നെല്ലാർച്ചാലൊന്നും കിട്ടൂല കേട്ടോ, ഐസ്ക്രീമും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ കേട്ടോ അവിടെ. അപ്പം ഞാനിങ്ങോട്ട് വരുന്നത് ആദ്യമായിട്ടാണ്, അതുകൊണ്ട് പക്ക ഡീറ്റെയിൽസ് ആയിട്ടൊന്നും ഇതിനെക്കുറിച്ചിട്ട് എനിക്ക് അങ്ങനെ പറയാനറിയില്ല. എൻ്റെ മക്കൾ 3 പേരും എന്താക്കിയിരിക്കുന്നത്, ഇവർ അനിയൻ്റെ കൂടെ പോന്നിക്കണം കേട്ടോ. അതുകൊണ്ട് അവർ വഴി പറഞ്ഞതാണ് ഇതിലേണ് പോവാന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇവിടെ കാണാനുണ്ടോയെന്ന് ചോദിച്ചാൽ കാണാനുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കാണാനില്ല, അതെന്തായാലും ആരും ഇവിടെ അങ്ങനെ വരുമല്ലോ. ഇവിടെ എന്ന് പറഞ്ഞാൽ ടിക്കറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമുക്ക് നേരെ വന്നിട്ട് ഇങ്ങോട്ട് കയറാം കേട്ടോ. ഞങ്ങൾ ചെന്നപ്പോൾ ഇവിടെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരമാണ് പോയത്. ശരിക്കും ഇവിടെ വൈകുന്നേരം തന്നെ വരുവാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അതാണ് അതിൻ്റെ വൈബ്. കാരണം ആ വെയിലറിയിട്ടുള്ളൊരു ടൈമിനാണ് ഇങ്ങോട്ട് എല്ലാവരും വരുന്നത് കേട്ടോ. ഇവിടെ കൂടുതലും പറ്റുന്ന ആളുകൾ എന്ന് വെച്ചാൽ കപ്പിൾസിനാണ് കേട്ടോ. നല്ല വൈബാണ് ഇവിടെ. ഇവിടെ മെയിൻ വെള്ളമാണ്. ഇവിടെ ഒരു ഇനി കെട്ടി നിർത്തിയതാണോ എന്താണെന്നൊന്നും എനിക്കറിയില്ല, ഇത് ഇങ്ങനെയുള്ളതാണോ ഒന്നും എനിക്കറിയില്ല അങ്ങനെ പറയാനൊന്നും. എന്തായാലും ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് അറിയണമല്ലുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റൊക്കെ അറിയിക്കട്ടോ. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. നല്ലൊരു കാറ്റും ഒരു കുന്നാണ് സംഭവം. എന്നിട്ട് നമ്മൾ താഴോട്ട് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ നമ്മൾ വിചാരിക്കും നേരെ ഈ ഡാമിലേക്ക് പതിക്കുമെന്ന് കേട്ടോ. കാരണം അത്രയും ശ്രദ്ധിച്ച് വരണം. നേരെ ഉരുണ്ട് വീണ് കഴിഞ്ഞാൽ നമ്മൾ നേരെ എന്താവും, ഡാമിലേക്കാണ് കേട്ടോ വീഴുക. എന്തായാലും ഇവിടെ എന്താ ഉള്ളതെന്ന് വെച്ചാൽ ഈ ഡാമിൽ മീനിൻ്റെ എന്തോ ഉണ്ട് സംഭവം ഇവിടെ, അത് അവിടെ അങ്ങനെ കാണുന്നുണ്ട്. പക്ഷെ ഇതിൽ നിറയെ ആമ്പലുണ്ട് കേട്ടോ. ആമ്പലൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ എത്തുന്നിടത്തുനിന്ന് പറിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ മക്കൾ മുന്നേ അനിയൻ്റെ കൂടെ ഒക്കെ വന്നപ്പോൾ എന്താക്കിയിരുന്നു, അവർ അങ്ങനെ 1-2 പറിച്ചിട്ട് അങ്ങനെ കൊണ്ടുവന്നിരുന്നു കേട്ടോ. സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് അറിയായിരിക്കും കേട്ടോ. ഞാൻ ഒരുപാട് വീഡിയോസിൽ ഈ സെയിം ഡ്രസ്സാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊരു ദിവസമാണ് എല്ലായിടത്തും കൂടിയും കറങ്ങണതും അങ്ങനെയൊക്കെ കേട്ടോ. അതുകൊണ്ടാണ് അത് ഓരോരോ സ്ഥലങ്ങളായിരിക്കും. അപ്പോൾ ആ ടൈമിനനുസരിച്ച് നമ്മളിങ്ങനെ വേറിട്ടിട്ടല്ലേ വീഡിയോസ് ഇടുക. അത് കൊണ്ടാണ് കേട്ടോ എല്ലാത്തിലും ആ ഡ്രസ്സ് തന്നെ വരുന്നത്. എന്ന് പറഞ്ഞാൽ കുറച്ചായിട്ട് ഞാനങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. നല്ല പുതിയതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഡ്രസ്സ് തന്നെ ഉള്ളൂ കേട്ടോ. അപ്പം ഇനി സ്ഥിരമായിട്ട് കാണുന്നവർക്ക് എന്തായാലും അത് മനസ്സിലാവും കേട്ടോ. അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞത് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. ഞങ്ങൾ ഇവിടുന്ന് ഐസ്ക്രീമൊക്കെ വാങ്ങിയിട്ട് കഴിച്ചു കേട്ടോ. ഞങ്ങൾ പൂപ്പൊലി കാണാൻ പോണോണ്ട് ഞങ്ങൾ എന്താക്കി, നേരത്തെ അവിടെ നിന്ന് ഒരു 5:30 ഒക്കെ ആയപ്പോഴത്തേന് ഞങ്ങൾ പോന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനൊക്കെ. അപ്പോൾ ഇത് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഗൂഗിളിലൊക്കെ അടിച്ചുകൊണ്ട് ഇവിടെയൊക്കെ ഒന്ന് വന്നിട്ട് കാണുക കേട്ടോ. എനിക്കത്രേ പറയാനുള്ളൂ. അപ്പോൾ ഞങ്ങൾ പോയ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു ഏരിയ കേട്ടോ. നമുക്ക് എത്ര നേരം വേണമെങ്കിലും അവിടെ എൻജോയ് ചെയ്യാൻ ഇരിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾക്ക് കുട്ടികളും എല്ലാവരും ഉണ്ടെങ്കിലും ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. എന്തായാലും നല്ലൊരു വൈബ് സ്ഥലം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.